അതായത് ഈയിടെയായിട്ട് ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു കാര്യമാണ്, ഡോക്ടറെ എൻ്റെ ചിന്തകൾ മറ്റുള്ളവർക്ക് അറിയാനായിട്ട് പറ്റുമോ? അപ്പോൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, തലച്ചോറിൽ ചിപ്പ് ആരും ഘടിപ്പിച്ചിട്ടുണ്ട്, അതിലൂടെ ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇതൊരു അസുഖമാണോ, ഒരു സ്കിസോഫ്രീനിയ, ഒരു സൈക്കോസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളാണോ എന്നുള്ളത് പലപ്പോഴും പല പേഷ്യൻസ് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോസിസിൽ ഈ പറയുന്ന സിംറ്റംസ് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അതായത് ഒരു തോട്ട് വിഡ്രോവൽ അല്ലെങ്കിൽ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. തോട്ട് വിഡ്രോവൽ അല്ലെങ്കിൽ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്റെ ചിന്തകൾ പല ചിപ്പിലൂടെയോ ആൾക്കാർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് എന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്നത് വസ്തുണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിന്റെ ഒരു വ്യതിയാനം അല്ലെങ്കിൽ അത് കൂടുമ്പോൾ ചില സ്ഥലങ്ങളിൽ അത് കൂടുന്നു. അതാണ് ഈ ഒരു സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ഈ തോട്ട് വിഡ്രോവൽ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഓഡിറ്ററി ഹാലുസിനേഷൻസ്, അതായത് കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, അതിന് കാരണമായിട്ട് വരുന്നൊരു കാര്യം. അപ്പൊ പലപ്പോഴും ഈ പറയുന്ന ഒരു സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന പോലെ അത് കറക്റ്റ് ആണോ, അതല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങളാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് വാലുവേഷനിലൂടെ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ആ ഒരു കുറെ വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്നു തെറ്റായിട്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു മിഥ്യാധാരണ പരത്തുകയാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഇടയിൽ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പേഷ്യന്റിന്റെ മകൻ പറഞ്ഞൊരു കാര്യം, മകൻ ഈ പറയുന്ന ഇതേ സിംറ്റംസ് ഉണ്ട്, പക്ഷെ നമ്മൾ ചോദിച്ചു വന്നപ്പോൾ സത്യാവസ്ഥ എന്തായാലും വെച്ച് കഴിഞ്ഞാല് ആ മകൻ കഞ്ചാവ് അല്ലെങ്കിൽ കനാബിസ് ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു കനാബിസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ലക്ഷണങ്ങളായിരുന്നു. അതായത് എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, എന്റെ ചിന്തകളൊക്കെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആവശ്യം അനിവാര്യമാണ്.